എന്റെ ഈ ഒരു കോസ്റ്റ്യൂമും ആടിനെയും കണ്ടിട്ട് കാര്യം എന്താന്ന് മനസ്സിലായോ? അതെ, ആടൊരു ഭീകരജീവിയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ബാനറിൽ വിജയ് ബാബുവും കാവ്യ ഫിലിം കമ്പനിയുടെ ബാനറിൽ വേണു കുന്നപ്പള്ളിയും നിർമ്മിച്ച് മിഥുൻ മാനുവൽ എഴുതി ഡയറക്ട് ചെയ്യുന്ന ആട് 3 മാർച്ച് 19 റിലീസ് ആവുകയാണ്. ആട് 1, 2 എന്നിവയുടെ സക്സസിന് ശേഷം സെയിം ടീം ഒന്നിക്കുമ്പോൾ നമ്മളുടെ പ്രതീക്ഷകൾ ഏറെയാണ്. നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാലോ? കമോൺ. ഹലോ ഗൈസ്, എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് വല്ലതും തോന്നുന്നുണ്ടോ? എന്തിനു മനസ്സിലായോ? ഷാജി പാപ്പൻ. യെസ്. അപ്പൊ ആട് 3 റിലീസ് ആവുകയാണ്. ഡേറ്റ് അറിയാവോ? മാർച്ച് 19. യെസ്, മാർച്ച് 19. അപ്പൊ 1, 2 കണ്ടിട്ടുണ്ടോ എല്ലാരും? ഏത് 1 ആണോ 2 ആണോ കൂടുതൽ ഇഷ്ടമായത്? 2 കുറച്ചുകൂടി കോമഡി ആയിട്ട് രണ്ടിന്റെ കോൺസെപ്റ്റ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് പോയതുകൊണ്ട് ഒരു കമ്പാരിസൺ പറയാൻ പറ്റില്ല, പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പൊ 3 ട്രെയിലർ കണ്ടായിരുന്നു. അപ്പൊ എന്ത് തോന്നി രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോ? സംതിങ് അൺഎക്സ്പെക്ടഡ് ആണ്, കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ദ കോണ്ടെക്സ്റ്റ് ആണ് 1 ഉം 2 ഉം. സോ 3 കുറച്ചും കൂടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അതെ, അപ്പൊ വെയിറ്റിംഗ് ആണ്. തിയേറ്ററിൽ പോയി കാണില്ലേ? ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായില്ലേ? ആണോ? ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് എങ്ങനെയാണോ ഇതിനൊക്കെ സാധിക്കുന്നത്? അതെ, പാപ്പന്റെ പിള്ളേരെ തൊടുന്നോടാ. പിന്നെ വണ്ടി എടുക്കടാ. ഓക്കെ. ഡൂഡിന്റെ ഫുൾ ഫോം അറിയാവോ? പ്ലീസ് മറന്നുപോയി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും അല്ലെ? ടീമായിട്ട് പോയി കാണും. പേരെന്തായിരുന്നു? സനൽ. സഞ്ജയ്. അഞ്ജു. അപ്പൊ എല്ലാരും പോയി കാണുക, തകർക്കുക. ഓക്കെ. ഹലോ ഗൈസ്. ഹായ്. പേരെന്തായിരുന്നു? എന്റെ പേര് ഫാത്തിമ. രഞ്ജിത്ത്. ആദം. എന്റെ ഈ ഒരു അപ്പിയറൻസ് വെച്ചിട്ട് എന്താണ് എന്തെങ്കിലും മനസ്സിലായോ? ഷാജി പാപ്പൻ. ഷാജി പാപ്പൻ. അത് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യം. ആട് 1, 2 കണ്ടിട്ടുണ്ടോ? ആ, പിന്നെ 3 റിലീസ് ആവാൻ പോവാണ്. ഡേറ്റ് അറിയാവോ? മാർച്ച് 19. അപ്പൊ ട്രെയിലർ കണ്ടായിരുന്നോ? കണ്ടു. എങ്ങനെ ഫിലിം തിയേറ്ററിൽ പോയി കാണില്ലേ? ഒരു എല്ലാത്തിലും ഓരോരോ ഡിഫറൻസ് അവർ കൊണ്ടുവരാൻ. ഷാജി പാപ്പന് വേണ്ടിയും ട്രെയിലർ കാണുമ്പോ അങ്ങനെയാണല്ലോ തോന്നുന്നത്. ഷാജി പാപ്പന്, അബുഭീകരൻ ഇവർക്ക് വേണ്ടിട്ടെല്ലാം വെയിറ്റ് ചെയ്ത് നിൽക്കുക. അതെ. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? അപ്പൊ ഓഫ്കോഴ്സ് ഷാജി പാപ്പനാണ് മെയിന്. പിന്നെ നമ്മുടെ ആശാന്, ഇവരെല്ലാം നമുക്ക് ഇഷ്ടമാണ്. ഷാജി പാപ്പൻ തന്നെയാണ് മെയിൻ ആയിട്ട്. അതിൽ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഡയലോഗ് ഉണ്ടോ? ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നതോ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും? ഡയലോഗ് ഞാൻ പറയാം. പാപ്പന് തൊട്ട പിള്ളേരെ, സോറി ഒന്നും പറഞ്ഞേ, പാപ്പന് തൊട്ട സഹിക്കും, പക്ഷെ പാപ്പനെ പിള്ളേരെ തൊട്ട സഹിക്കത്തില്ല. അതെ, സഹിക്കില്ല അല്ലേ? അത് തന്നെ. അപ്പൊ പാപ്പനും പിള്ളേരും വീണ്ടും എത്തുകയാണ് 19th. അപ്പൊ നമ്മുടെ വിനായകന്റെ ക്യാരക്ടറിന്റെ നെയിം എന്തായിരുന്നു? പേര് ഓർക്കില്ല. നമ്മുടെ ബാങ്കോക്ക് എന്തായിരുന്നു? ഡ്യൂഡിന്റെ ഫുൾ ഫോം അറിയാവോ? ഡ്യൂഡിന്റെ ഫുൾ ഫോം അറിയില്ല. ഇല്ല. എന്തായാലും 3 വെയിറ്റിംഗ് ആണ് അല്ലെ? തിയേറ്ററിൽ പോയി കാണുക എല്ലാരും. ഓക്കെ. അതെ, താങ്ക് യു. ഓക്കെ. ആട് ഫിലിം കണ്ടിട്ടുണ്ടോ? എന്താണ് പറയാനുള്ളത്? ആട് ഫിലിം ഏതൊക്കെ കണ്ടു? 1 ഉം 2 കണ്ടു. 3 കാണും. ട്രെയിലർ കണ്ടോ? ട്രെയിലർ കണ്ടിട്ടില്ല, സിനിമ മാത്രമേ കാണാറുള്ളൂ. അതാ നല്ലത്. അതെ, ഒരു എക്സ്പെക്ടേഷൻ ഗസ്സും വെച്ചിട്ട് പോയി കാണരുതല്ലേ? അപ്പൊ ഏതാ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? എനിക്ക് അറക്കൽ അബു. അപ്പോ ഫസ്റ്റ് ആണോ സെക്കൻഡ് പാർട്ടാണോ ഇഷ്ടമായത്? ഫസ്റ്റ് ആണല്ലേ? അപ്പൊ 3നെ പറ്റിയിട്ടുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാ? തിയേറ്ററിൽ പോയി കാണോ? റിലീസിന്റെ പോയി കാണുമോ? കാണും. ആട് ഫിലിം കണ്ടിട്ടുണ്ടോ? 1 ഉം 2 കണ്ടോ? 3ന്റെ ട്രെയിലർ കണ്ടോ? അപ്പൊ തിയേറ്ററിൽ പോയി കാണില്ലേ? ഏതാ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? എല്ലാരും ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ ട്രെയിലർ കാണുക, 19th പോയി ഫിലിം കാണുക. ആട് 3 റിലീസിന് ഒരുങ്ങാണ് മാർച്ച് 19th. 1 ഉം 2 കണ്ടിട്ടുണ്ടോ? തിയേറ്ററിൽ പോയിട്ടാണോ കണ്ടേ? അല്ല, തിയേറ്ററിൽ പോയിട്ടല്ല. അല്ല, നമുക്ക് ഇത് 3rd പാർട്ട് തിയേറ്ററിൽ പോയി കണ്ടുപിടിക്കുന്ന. കാണാം വിചാരിക്കുന്നു. നോമ്പിലാണോ? അപ്പോ പിന്നെ ഫസ്റ്റ് ആണോ ഇഷ്ടമായത് കൂടുതൽ, സെക്കൻഡ് ആണോ? ഫസ്റ്റ് പാർട്ടാണ് ഇഷ്ടമായത് കൂടുതൽ. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ? ഷാജി പാപ്പൻ. പറയൂ. ഷാജി പാപ്പൻ 19th റിലീസാണ് 3rd പാർട്ട്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നോ? ഇല്ല, കണ്ടിട്ടില്ല. ട്രെയിലർ കാണാണ്ട് തന്നെ പോയിട്ട് ഫിലിം കാണാനുള്ള. ഓക്കെ, അപ്പൊ എന്തായാലും പോയി കാണുക. ഷാജി പാപ്പൻ സ്റ്റൈലിലാണ്. അതെ. അതിൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? ഷാജി പാപ്പൻ തന്നെ. ഏതാ, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ കൂടുതൽ ഇഷ്ടമായത്? എല്ലാം ഇഷ്ടം. 3 ട്രെയിലർ കണ്ടായിരുന്നോ? ട്രെയിലർ ഇത് ബുക്ക് ബൈ ഷോയിൽ കണ്ട്. അപ്പൊ നമുക്ക് തിയേറ്ററിൽ പോയി കാണണ്ടേ? കാണണം. ആട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നോ?
കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സെക്കൻഡും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. തേർഡ് വെയിറ്റ് ചെയ്യാണ്. മാർച്ച് 19 റിലീസാണ്. അപ്പോൾ തിയേറ്ററിൽ പോയി കാണില്ലേ? ഉറപ്പായിട്ടും. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ? വിനായകന്റെ ക്യാരക്ടർ. വിനായകന്റെ ഇഷ്ടപ്പെടാനുള്ള കാരണം? പുള്ളിയുടെ ആ ഒരു പ്രായത്തിൽ ഇപ്പോഴും കാണിച്ചു കിട്ടുന്ന മാസ്. അതെ അതെ. ഹലോ ബ്രോ. ഹായ്. ആട് 3 റിലീസ് ആവുകയാണ് മാർച്ച് 19 അറിഞ്ഞിരുന്നു? ഓ പിന്നെ നമ്മൾ ബുക്ക് ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത്. പിന്നെ 1 ആണോ 2 ആണോ ഏറ്റവും ഇഷ്ടമായത്? എനിക്ക് 1 ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ, ഇത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതെ ചെന്ന് കാണാൻ നേരത്ത് വളരെ എക്സ്പെക്ടേഷൻ നമുക്ക് എന്നത് വല്ലാത്തൊരു ട്രീറ്റ് ആണ് കിട്ടിയത് തിയേറ്ററിൽ നിന്ന്. തേർഡ് പാർട്ട് ഫസ്റ്റിനേക്കാളും സെക്കൻഡിനേക്കാളും ഗംഭീരമായിരിക്കും. ഗംഭീരമാവണമല്ലോ, ഗംഭീരമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ട്രെയിലർ കണ്ടിട്ട് ഇതിനെപ്പറ്റി വളരെ ഒരു നല്ല ധാരണയുണ്ട്. ഹലോ ബ്രോ, എന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് തോന്നുന്നു? കോസ്റ്റ്യൂം കണ്ടിട്ട് ഒരാട് സെറ്റപ്പ് തോന്നുന്നു. അതെ. അപ്പൊ ഷാജി പാപ്പനും പിള്ളേര് വീണ്ടും തിയേറ്റർ കത്തിക്കാൻ വരികയാണ്. അതെ അതെ. റിലീസിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് അറിയാവോ? 19. ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നോ? ബുക്ക് ചെയ്തു. ഓക്കെ. അപ്പൊ ആട് 1 ആണോ 2 ആണോ കൂടുതൽ ഇഷ്ടമായത്? എനിക്ക് 2 ഇഷ്ടമായി. 2 ആണ്. എന്തുകൊണ്ട്? റീസൺ എന്തെങ്കിലും? എനിക്ക് ഫസ്റ്റ് പാർട്ടിനേക്കാളും കുറച്ചുകൂടി ഒരു കിക്ക് കിട്ടിയ സെക്കൻഡ് പാർട്ട്. അപ്പൊ തേർഡ് പാർട്ട് അതിനേക്കാളും അതെ കുറച്ചും കൂടെ കിക്ക്. ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു? ട്രെയിലർ കണ്ടു. എന്താണ് ഇതിന്? കിടിലായിരുന്നു. അല്ല, അത് എന്ത് ടൈപ്പ് ആയിരിക്കും നമ്മൾ ഇത്തവണ പ്രേക്ഷകരിലോട്ട് തവണ അതിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ടൈം ട്രാവൽ പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് അതല്ല, ഏത് കോസ്റ്റ്യൂം ആയിട്ട് തോന്നുന്നു? ഇതാട്. അതെ. അപ്പൊ ആട് 3 റിലീസാണ്. അപ്പൊ 1 ഉം 2 കണ്ടിട്ടുണ്ടോ? ഓ പിന്നെന്താ. തേർഡ് തിയേറ്ററിൽ പോയി കാണോ? ഓ പിന്നെന്താ കാണും. ആട് 1 ഉം 2 ഉം കണ്ടിട്ടുണ്ടോ? 1 ഉം 2 കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ നിന്നാണോ കണ്ടേ? തിയേറ്ററിൽ അല്ല, 1 തിയേറ്ററിൽ നിന്നല്ല കണ്ട. 1 അധികം ഹിറ്റായില്ല. അതെ അതെ. 2 തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. 3 കാണാൻ വേണ്ടിട്ട് കാണാൻ പോണോ അല്ലേ? ട്രെയിലർ കണ്ടിട്ടുണ്ടായിരുന്നു? പിന്നെ അത് കാണുമ്പോ നമുക്ക് എന്താ ഒരു അടുത്ത ആടിന്റെ നെക്സ്റ്റ് ലെവൽ എന്തായിരിക്കും എന്നാണ് നെക്സ്റ്റ് ലെവല്. കാരണം അവര് മറ്റേ അന്ന് കണ്ട ഒരു രീതിയിലല്ലല്ലോ അതിന്റെ ട്രെയിലർ ഒക്കെ. മേക്കിംഗ് മൊത്തം മാറിയിട്ടുണ്ട്. നമ്മള് വേറെ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തോ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ ആടും വടംവലിയും ഉണ്ടെങ്കിൽ പടം വേറെ ലെവലാവും വിചാരിക്കാം. പേരെന്തായിരുന്നു? എന്റെ പേര് മുകുന്ദൻ ഉണ്ണി. അപ്പൊ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണുക. തീർച്ചയായിട്ടും. ഹലോ ബ്രോ. ഹായ്. ആട് കണ്ടിട്ടുണ്ടോ? 1, 2 പിന്നെ കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ 3 റിലീസാണ് അറിഞ്ഞിരുന്നോ? 19 റിലീസ്. ഓക്കെ. തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ? പിന്നെ തിയേറ്ററിൽ തന്നെ പോയി കാണും. അതെ. 1, 2 ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടമായത്? രണ്ടും ഒരുപോലെ ഇഷ്ടം. ആണോ? ഓക്കെ. ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാ അതില്? ഡ്യൂഡ്. ഡ്യൂഡിന്റെ ഫുൾ ഫോം അറിയാവോ? ദാമോദരൻ ഉണ്ണി മകൻ ദിൽമൻ ഇടക്കൊച്ചി. അറിയാം. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ ഇഷ്ടമുള്ള ക്യാരക്ടർ ഏതാ? അത് കഴിഞ്ഞിട്ട് ഒബ്വിയസ്ലി ഷാജി പാപ്പൻ. പിന്നെ അറക്കലാബു, പിന്നെ ധർമ്മജൻ. എല്ലാം ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടന്റെ ക്യാരക്ടറോ? അതും ഇഷ്ടമാണ്. ആ ഒരു പഴയ ഒരു കൊമേഡിയൻ ആയിട്ടുള്ള ഒരു ഇന്ദ്രൻ ചേട്ടൻ. അതെ അതെ. ഇന്ദ്രൻ ചേട്ടന്റെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ക്യാരക്ടർ അല്ലെ? അപ്പൊ പിന്നെ ഇഷ്ടമുള്ള ഡയലോഗ് ഏതെങ്കിലും ഉണ്ടോ? നമ്മള് സ്ഥിരം യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഡയലോഗ് ഉണ്ടോ ആടിലെ? സ്ഥിരം യൂസ് ചെയ്യുന്ന അതിപ്പോ പെട്ടെന്ന് പറയുമ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ. അപ്പൊ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഓക്കെ. താങ്ക് യു.